ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാറിൻ്റെ ടോപ്പിലും നൈറ്റിയിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മടക്കി വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് ഡെപ്ത്ത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്ത്തും ഈ ക്യാൻവാസ് പേപ്പറിൽ മാർക്ക് ചെയ്യണം. ക്യാൻവാസ് പേപ്പർ ഉപയോഗിക്കാതെ തുണിയിൽ നെക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ 4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. ഇതിൽ കറക്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ റൗണ്ട് നെക്കാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി വരച്ചെടുത്തിട്ടുള്ള നെക്കിൽ നിന്നും ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ താഴേക്ക് വരും തോറും 4 ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 3 ഇഞ്ച്, പിന്നെ 2.25, പിന്നെ 2.5, അതുപോലെ താഴെ വരുമ്പോൾ 1.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഡോട്ട്സ് എല്ലാം ജോയിൻ്റ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നെക്ക് മലർന്നു പോവില്ല. അപ്പോൾ ഇനി ക്യാൻവാസ് ഷീറ്റ് തുണിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. തുണിയുടെ റോങ് സൈഡിലേക്ക് ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ തിളക്കമുള്ളൊരു ഭാഗമുണ്ട്, ആ ഒരു ഭാഗം ചേർത്ത് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 4 ഇഞ്ച് വിട്ട് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെയുള്ള ഫാബ്രിക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായി ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണിയുടെ റോങ് സൈഡിലേക്ക് ഈ സെൻറ്റർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം നല്ല വശം ചേർത്ത് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെക്കിൻ്റെ റൗണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്നും ഇങ്ങോട്ടൊരു 4 ഇഞ്ച് വിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ലേസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ലേസ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. മീറ്ററിന് 15 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലേസിനെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ലേസൊക്കെ വാങ്ങി വെച്ചാൽ നെക്കിലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം.